നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് പറഞ്ഞല്ലോ, അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് ലോകത്ത് ഒരാളുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ല. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു തിരിച്ചെന്താ പറഞ്ഞത് പറയാൻ കഴിയുന്നില്ല. ഒറ്റ കരച്ചില്. എന്തിനാ കരയണത് അബൂബക്കറെ? അബൂബക്കറിന്റെ സ്വത്ത് എന്ന് തങ്ങൾ എന്തിനാ പറഞ്ഞത്? അബൂബക്കറിന് അങ്ങനെ ഒരു സ്വത്തില്ലല്ലോ. അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നല്ലേ. കടങ്ങള് അബൂബക്കറിനെ തന്നെ തങ്ങൾക്ക് തന്നില്ലേ. അതുകൊണ്ടാണ് ഈ സൗർ ഗുഹയിൽ കയറുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മക്കാനക്ക് യാ റസൂലുള്ളാഹ്, തങ്ങൾ ഗുഹന്റെ പുറത്തൊന്ന് ഇരിക്കോന്ന് ചോദിക്കുന്നു. എന്തിനാ അബൂബക്കറെ? ഗുഹയിൽ വല്ല ഇഴജന്തുക്കൾ ഉണ്ടെങ്കിൽ തങ്ങളെ കുത്തിയാലോ കടിച്ചാലോ? അപ്പൊ അബൂബക്കർ കയറുമ്പോ അതിന് അബൂബക്കർ ഇല്ലല്ലോ. അതിന് അബൂബക്കർ മനസ്സിലുണ്ടെങ്കിൽ അബൂബക്കർ വിചാരിക്കണമെങ്കിൽ അബൂബക്കർ ഉണ്ടാവണ്ട നബിയെ. ആ ഗുഹ മൊത്തം വൃത്തിയാക്കുന്നതിന്റെ ഇടയിൽ വിരല് മുറിഞ്ഞു. അപ്പൊ സ്വന്തം വിരലിനോട് പറയണ്ട്, ഇന്നന്തി ഇല്ല ഇസ്ബി. ആകെ ഒരു വിരല് മുറിഞ്ഞതിനെ കാര്യമായിട്ട് സങ്കടപ്പെടുന്നു. വൃത്തിയാക്കുന്നു, മൊത്തം വൃത്തിയാക്കിയിട്ട് തങ്ങളോട് പറയുന്നുണ്ട്, കാലി യാ റസൂലുള്ളാഹ്, തങ്ങൾ വരീൻ. കാല് നീട്ടി ആ കാലിൽ തങ്ങൾക്ക് തലയണയാക്കിയിട്ട് ഉറങ്ങാൻ സംവിധാനിച്ചു കൊടുത്തു. കാല് യഥാർത്ഥത്തിൽ ഒരു മാളത്തെ ഒരു ദ്വാരത്തെ അടച്ചു പിടിച്ച കാലായിരുന്നു. നമുക്കറിയുന്ന പോലെ അവരിൽ നിന്ന് പാമ്പ് കടി കിട്ടി. കാലാണ് വലിയേണ്ടത്, വിഷമുള്ള പാമ്പാണ്. കാലാണ് വലിയേണ്ടത്. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആൾക്കാരും ആ കാല് വലിച്ചാൽ കാല് അനങ്ങൂല. കാരണം ലോകരാജാവിന്റെ തലയണയാണ്. ലോകരാജാവിന്റെ തലയണയായതുകൊണ്ട് കാലനങ്ങൂല. മനസ്സിൽ ലോകരാജാവും മാത്രം. എന്റെ കാലെന്ന് പറയുന്ന സാധനമൊക്കെ പണ്ടേ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. കണ്ണിൽ നിന്ന് വെള്ളം ഉറ്റിയത് ശുദ്ധീകങ്ങൾ ഉറ്റിച്ചതല്ല, റിഫ്ലക്ഷൻ. നമ്മളിങ്ങനെ അലക്ഷ്യമായിട്ട് നടന്നു പോകുമ്പോ വല്ല കമ്പിനോ വല്ല ഇരുമ്പിനോ നമ്മുടെ കാലൊക്കെ തട്ടിയാൽ കണ്ണെന്ന് വെള്ളം വീഴും. നമ്മൾ വിചാരിച്ചിട്ടല്ല. അത് മേ ബി സ്റ്റഡീഡ് ഫ്രം ഫിസിക്സ് അല്ലെ. വെള്ളം ഉറ്റിയപ്പോ തങ്ങൾ ഉറക്കിനെട്ടി. വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി അബൂബക്കർ? ഉത്തരം രണ്ടെണ്ണ പറഞ്ഞത്. ഒന്ന് ചോദ്യത്തിന്റെ ഉത്തരം, രണ്ട് ശുദ്ധീകങ്ങളുടെ ഉത്തരം. ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയായിരുന്നു? എന്തോ ഒന്ന് കടിച്ചതാണെന്ന് തോന്നുന്നില്ല. ഒറിജിനൽ ഉത്തരം ഫിദാകാബി വ ഉമ്മി യാ റസൂലുള്ളാഹ്, ഉറ്റിച്ചതല്ല നബിയെ, ഉറ്റിപ്പോയതാണ്. അബൂബക്കറിനോട് മാപ്പാക്കണം. എന്റെ കണ്ണു നിറഞ്ഞുപോയി, ഉറ്റിപ്പോയതാണ്, ഞാൻ ഉറ്റിച്ചതല്ല, മാപ്പാക്കണേ നബിയെ. ഞാൻ ഉത്തരം കൊടുത്തു. അബ്ദുള്ളമാർക്കുള്ള ക്വാളിറ്റിയാണ്. ഗുഹയിന്ന് പുറത്തിറങ്ങിയിട്ട് ഞങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. നല്ല അബൂബക്കർ, കയ്യിൽ നല്ലൊരു ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നല്ലോ നേരത്തുള്ള യാത്രയിൽ, എവിടെ പോയി അത്? അത് മൊത്തം കീറിയിട്ടാണ് ദ്വാരങ്ങൾ അടിച്ചത്. ഡ്രസ്സ് തീർന്നു, ദ്വാരം ബാക്കി. അവിടെ കാല് വെച്ചപ്പോഴല്ലേ പാമ്പ് കടി കിട്ടിയത്. സ്വയം ഒരുക്കി തീർന്നിട്ട് അലിഞ്ഞു ചിരിക്കുക. എന്നിട്ട് മഹബത്തിന്റെ ലോകത്തെ നമ്മൾ പുൽകുക. എന്തൊരാനന്ദമുള്ള ഒരു ലോകമായിരിക്കും കൂട്ടുകാർ.